ഹായ് മിഷന്മാരെ, അപ്പോൾ എല്ലാവർക്കും ഒലിവ് ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനത്തെ കാഷ്നട്ടും അതേപോലെ തന്നെ നല്ല തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ലൊരു വെടിക്കെട്ടൊരു ഹൽവ, നാവിലിട്ട് അലിയുന്നൊരു ഹൽവ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം നല്ല പഴുത്ത തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഏകദേശം നല്ലൊരു സൈസുള്ള വലിയൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനത് നമ്മൾ തിരികെ എല്ലാം കറക്റ്റായിട്ട് ചിരികെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പകുതി നമുക്ക് തേങ്ങാപ്പാലിലും പകുതി നമുക്ക് അത് അരച്ചെടുക്കാനും വേണം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിനകത്ത് എന്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് നമ്മൾ മിക്സിയുടെ ജാറിൽ പകുതി തേങ്ങ നമ്മൾ മാറ്റിയതിന് ശേഷം അതിന് നല്ലതുപോലെ അരച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള തേങ്ങയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തേങ്ങ എന്താ പറയുക ചീനച്ചട്ടിയിലിട്ട് ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം ചട്ടിയൊക്കെ വെച്ചു കേട്ടോ. ചീനച്ചട്ടി വെച്ചു. നല്ലപോലെ ചൂടായപ്പോൾ ആദ്യം തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. ചെറിയ ഒരു ബ്രൗൺ കളർ ആവുന്ന ആ ഒരു ഇത് മതി കേട്ടോ. അപ്പോൾ അതിന് നല്ലതുപോലെ ആ തേങ്ങ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം അടുത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് എത്ര വേണമെങ്കിലും കൂട്ടാം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിന് നല്ലപോലെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതെന്താ നമ്മൾ ബാക്കിയുള്ള ഹൽവകൾ കഴിക്കുന്നതിനെക്കാട്ടി, അതായത് നമ്മൾ ഏത് ഹൽവ കഴിക്കുന്നതിനെക്കാട്ടി ഏറ്റവും എനിക്ക് തോന്നുന്നത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്, ഈ കോക്കനട്ട് ഹൽവ. അതായത് നമ്മളെ കോക്കനറ്റും അതുപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഹൽവ. സാധാ ഈ കോക്കനറ്റ് മാത്രമുള്ള ഹൽവയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും തിരിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സാധനം. എന്തായാലും നമുക്ക് വഴിയെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം കേട്ടോ. അപ്പോൾ കുറച്ച് ഏലക്ക കൂടെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഏലക്ക ഞാൻ പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ബ്രൗൺ ചെറിയൊരു കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ എന്താ പറയുക, അതിൻ്റെ ആ എണ്ണയിൽ തന്നെ ആ തേങ്ങ അരച്ചെടുക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അണ്ടിപ്പരിപ്പിൻ്റെ ഇതിൽ ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വേണ്ടത് നമുക്ക് കോൺഫ്ലവർ ആണ് കേട്ടോ. ഞാനത് ഈ ഒരു ബൗളിലാണ് എടുത്തത് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു അളവ് കേട്ടോ. ഞാൻ അതിന് കപ്പെന്ന് പറയാമേ. അപ്പോൾ ഇതാണ് കപ്പ്. അപ്പോൾ ആദ്യം നല്ലൊരു എന്താ പറയുക ഇരുമ്പ് ചീനിച്ചട്ടി സെറ്റാക്കിയിട്ട് ശേഷം അതിലിത് ഞാൻ കോൺഫ്ലവറാണ് കേട്ടോ. ഞാൻ 1.5 കപ്പ് കോൺഫ്ലവറും അതുപോലെ 1 കപ്പ് മൈദയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒന്നും മാറ്റിയിട്ടില്ല, എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കലക്കി സെറ്റാക്കി എടുക്കുക, കട്ടയില്ലാതെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കട്ടയെല്ലാം നല്ലപോലെ ഉടച്ചതിന് ശേഷം വീണ്ടും ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് കലക്കി നല്ല അടിപൊളിയായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. നല്ലപോലെ കലക്കി സെറ്റാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച അതേ ആ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ വേണ്ടതനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അതിനെ എന്താ പറയുക ഒന്ന് കലക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് നമ്മുടെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിനെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതുകൂടെ ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി ഒന്ന് സെറ്റാക്കി എടുക്കണേ. അതിൻ്റെ കട്ടയെല്ലാം നല്ലതുപോലെ ഉടച്ചതിന് ശേഷം ഞാനതേ ഒരു അടുപ്പ് സെറ്റാക്കി അടുപ്പിൽ വെച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം വയ്ക്കുന്ന പോലെ വിറകടുപ്പിലാണ് അതേ വെച്ചിട്ടുള്ളത്. ഇനി കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക. കാര്യം ഇതിൽ എന്താ പറയുക കോൺഫ്ലവർ നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടും. അതുകൊണ്ട് നല്ലതുപോലെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇളക്കി നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഇത്തിരി ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിന് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാമേ, കട്ടി വെച്ച് അണ്ടിപ്പരിപ്പ്. പിന്നെ മറക്കണ്ട, തേങ്ങ വറുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഏലക്ക കൂടെ ചേർക്കാൻ മറക്കണം കേട്ടോ. ഏലക്ക പൊടിച്ച് അതിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഇതിലിട്ടാലും മതി. ഈ പരുവത്തിനകത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ച് ചേർത്താലും മതി കേട്ടോ.
അപ്പോൾ ഇത് വീണ്ടും കട്ടിയായി വന്നു കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ വീണ്ടും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കട്ടിയായി വരുന്ന സമയങ്ങളിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പമായിരിക്കും നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ. അതായത് നമുക്ക് എന്താ പറയുക, നല്ലപോലെ ഇളക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനും വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, അതായത് ഇങ്ങനെ കട്ടിയായി വരുന്നതിനനുസരിച്ച് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ കാരണം ഇതിൽ മറ്റൊന്നുമല്ല ഞാനിങ്ങനെ പറയുന്നത്, നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് കുറച്ച് കട്ടിയായി വരുന്ന സമയത്ത് ഇതിലെ തേങ്ങാപ്പാൽ എന്താ പറയുക, അതിൻ്റെ എണ്ണ കൂടെ ഇതിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ മച്ചവരെ, ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നാവിലിട്ടാൽ അലിയുന്ന ഹൽവയുടെ പരുവം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരുവത്തിന് ഇത് തീർച്ചയായിട്ടും കോരി മാറ്റണം കേട്ടോ. ഈ പരുവത്തിന് കോരിയെടുത്താൽ മാത്രമേ നമ്മൾ ആ തമ്മനയിൽ കണ്ടതുപോലത്തെയുള്ള കറക്റ്റ് ടേസ്റ്റായിട്ടുള്ള ഹൽവ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഞാൻ ഇനി കുറച്ചുകൂടി ഇതിനെ ഒന്ന് എന്താ പറയുക, ഹാർഡാക്കി എടുക്കണം കേട്ടോ. ഞാൻ 2 രീതിയിലുള്ള ഇതിൻ്റെ ഹൽവ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രണ്ടും കൂടെ ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോയിൽ നമ്മൾ 2ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ എന്താ പറയുക, ഇനി കുറച്ചുകൂടെ നല്ല കട്ടിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ തമ്മനയിലിൻ്റെ പരുവത്തിനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പരുവത്തിനെടുത്ത് മാറ്റുക. അല്ലെങ്കിൽ ഇനി വീണ്ടും നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ വേവിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ നല്ലപോലെ ഇളക്കി എന്താ പറയുക, ഇനി അതിലുള്ള എണ്ണയും കംപ്ലീറ്റ് കാര്യങ്ങളും പുറത്ത് വരുത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, ഒരു ശകലം മെനക്കേടാണ് എങ്കിലും നല്ല ടേസ്റ്റായിട്ട് നല്ല അടിപൊളി നാവിലിട്ടാൽ അലിയുന്ന ഹൽവ അതാണ് കേട്ടോ. നല്ല വെട്ടിക്കെട്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഹൽവയുടെ പരിപാടി ഏകദേശം എല്ലാം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് 2 രീതിയിൽ ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളെ ഐറ്റം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കട്ടിയായിട്ടുണ്ട്. അതിൽ നിന്ന് നല്ലതുപോലെ എണ്ണ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുണ്ടെങ്കിലും ചെയ്തെടുക്കാം. അതാണ് ഞാൻ പ്രത്യേകം വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഐറ്റം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എണ്ണയെല്ലാം പുറമേ, അതായത് അതിൽ നിന്നുള്ള എണ്ണയെല്ലാം കംപ്ലീറ്റ് നെയ്യെല്ലാം പുറത്തേക്ക് വന്ന് തുടങ്ങി കേട്ടോ. നല്ല എണ്ണ ഒക്കെ പോകുന്നല്ലേ ഇപ്പം. മുട്ടയിട്ട് അങ്ങനെ മതിയാക്കാൻ പോകും. മതിയാക്കാൻ പോകും. മതിയാ. അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇത് 2ാം ഘട്ടത്തിലുള്ള ഹൽവയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു ഇച്ചിരി ഉള്ളു കുഴിഞ്ഞ ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എണ്ണയൊക്കെ പുരട്ടി നല്ലപോലെ കോരിയെടുക്കുക. ഞാനിത്തിരി പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ആക്കിയതിന് ശേഷം ഇത് കറക്റ്റ് നല്ല ഒരു സെറ്റിങ്സ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇത്തിരി ഉള്ളു കുഴിഞ്ഞ ഒരു പാത്രം എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിനകത്തിട്ട് ഇത് നല്ലതുപോലെ പ്രസ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ എത്രത്തോളം പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രസ് ചെയ്താൽ മാത്രമേ ഇത് നല്ലതുപോലെ ചേർന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക, ഈ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നീങ്ങിയിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ ഇതേപോലെ ഹാർഡായിട്ട് ചെയ്യണമെങ്കിൽ ഇല്ല മറ്റേ നമ്മൾ സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ അതായത് ഞാൻ ആ പകുതിയിൽ വെച്ച് പറഞ്ഞ ആ പരുവത്തിന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹാർഡായിട്ട് ഞാനൊരു എന്താ പറയുക മാക്സിമം തട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് അതായത് ഒന്ന് ഉറപ്പിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായി കിട്ടും കേട്ടോ. ഞാൻ അത്ര പ്രസ്സാക്കിയിട്ടില്ല, കാര്യം ചെറിയ പാത്രം വെച്ചിട്ടാണല്ലോ, നമ്മൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് നല്ലപോലെ തണുക്കാൻ വെച്ചു. തണുത്തതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് അതായത് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇതുപോലെ ഞാനിങ്ങനെ മറിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ മറിച്ചു, നല്ല തണുത്തപ്പോൾ നല്ല സെറ്റായിട്ടോ. പിന്നെ നല്ല മണമാണ് കേട്ടോ, വെളിച്ചെണ്ണയുടെ ആ ഒരു നെയ്യുടെയൊക്കെ ഒരു ആ ഒരു മണം ഉണ്ടല്ലോ. ഹായ് മിച്ചവരെ, അങ്ങനെ നമ്മുടെ കാഷ്നട്ടും അതുപോലെ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, സാമ്പിൾ നോക്കട്ടെ. നമ്മൾ പല രീതിയിൽ ഹൽവ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൈദ ഹൽവ അല്ല കോൺഫ്ലവറൊക്കെ ഇട്ട്. പക്ഷേ ഇത് തേങ്ങ ഇട്ടപ്പോൾ നല്ല രുചി കേട്ടോ. നല്ല നമ്മളെ പിന്നെ വെളിച്ചെണ്ണയും എന്താ പറയുക, അതായത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചില്ല, ആ തേങ്ങാപ്പാൽ അത് വറ്റി അതിൻ്റെ ഒരു ടേസ്റ്റ് അത് പ്രത്യേകതയാണ് കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെച്ചാൽ വരെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ.